ാണ് അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഏറെ നാളത്തെ പരിശീലനത്തിനൊടുവിലാകും സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് ഓരോ കുട്ടികളും എത്തുന്നത്. വിദ്യാർത്ഥികളായ ഷൈനിയും അജിതയും തങ്ങളുടെ ശിക്ഷണത്തിലുള്ള 10 കുട്ടികളുമായിട്ടാണ് വേദിയിലേക്ക് എത്തിയത്. മത്സരത്തിൽ എ ഗ്രേഡ് നേടിയാണ് ഈ മിടുക്കികൾ തിരികെ വയനാട്ടിലേക്ക് മടങ്ങുന്നത്. പണിയ നൃത്തവും പോലുള്ള കലാരൂപങ്ങൾ കലോത്സവ വേദികളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ മത്സരം കഴിഞ്ഞെത്തിയ കുറച്ച് മിടുക്കി കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. GMRS കൽപ്പറ്റ വയനാട്ടിൽ നിന്നെത്തിയ കുട്ടികളാണ്. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നു അല്ലേ? മാത്രമല്ല, ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് കുറച്ചധികം പ്രത്യേകതകളുള്ള കുട്ടിയാണ്. എന്താണെന്ന് സാറ് തന്നെ പറയും. ഞങ്ങൾ തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണയാണ് ഇരുള നൃത്തത്തിന് സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തേക്ക് നമ്മൾ എത്തി എ ഗ്രേഡ് കരസ്ഥമാക്കി. ഇത്തവണ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുട്ടികൾ ട്രെയിനർ ഇല്ലാതെ കുട്ടികൾ സ്വന്തമായി തന്നെ പരിശീലിച്ച്, നമുക്ക് അട്ടപ്പാടിയിൽ നിന്നുള്ള 2 കുട്ടികളുണ്ട് +2കാർ. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി കുട്ടികൾ തന്നെ പഠിച്ച് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് മെജോറിറ്റി അവരാണ്. ഇത്രയും കുട്ടികളെ ഇത്രയും ഭംഗിയിൽ പഠിപ്പിച്ച് വേദിയിൽ കയറ്റിയ 2 മിടുക്കി കുട്ടികൾ ഇക്കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കാം. മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പഠിപ്പിച്ച നിങ്ങളുടെ കൂട്ടുകാർ തന്നെ വേദിയിൽ കയറി നന്നായി പെർഫോം ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ട് പഠിച്ചെടുത്ത് 2 ആഴ്ച എടുത്തുള്ളൂ പഠിക്കാൻ. നാട്ടിൽ ചെയ്യാറുള്ള കാര്യമാണ് ഈ ഒരു പെർഫോമൻസ്. കാണാറ് മാത്രമേ ഉള്ളൂ, അതോ പെർഫോം ചെയ്യാറുണ്ടോ? പെർഫോം ചെയ്യാറുണ്ട് അല്ലേ? ഭയങ്കര ടഫാണോ പഠിക്കാൻ? അത്യാവശ്യം കുനിഞ്ഞ് നിൽക്കല്ലേ, 16 മിനിറ്റ് 15 മിനിറ്റ്. അപ്പോൾ കുനിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഓക്കെ ആയിരുന്നു. ഇവർ തന്നെ ഉള്ളതുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഇത്തരം ഒരു കലാരൂപം കലോത്സവ വേദികളിലേക്ക് എത്താനായിട്ട് കുറച്ചധികം വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മളിങ്ങനെ ഇതേപോലെയുള്ള ഗോത്ര വിഭാഗത്തിലെ പാരമ്പര്യ കലകൾ വേദിയിൽ എത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ തന്നെ എത്തേണ്ടതായിരുന്നു, എങ്കിൽ പോലും വൈകിയാണെങ്കിൽ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. മത്താപ്പ് കൊണ്ടയിലെ മാനേ അത് മണക്കുതടി മല്ലികപ്പൂ തേനേ, മത്താപ്പ് കൊണ്ടയിലെ മാനേ അത് മണക്കുതടി മല്ലികപ്പൂ തേനേ. വേദികൾ നിറഞ്ഞ് സദസ്സിൽ നിറഞ്ഞ കയ്യടികൾ വാങ്ങി ഇതുപോലെയുള്ള കലാരൂപങ്ങൾ കലോത്സവ വേദികളിൽ ശ്രദ്ധയാർജിക്കുകയാണ്. ക്യാമറാമാൻ അരുൺ കിഷോറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.